ഇത് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ നെർവ് സിസ്റ്റം റിലാക്സ് ആകാനും അതേപോലെ കാം ആവാനും വളരെ നല്ലൊരു ആസനയാണ് ഇത്. അമൃത്സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ഉപകാരപ്രദമുള്ള എല്ലാവർക്കും ഒരേപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസനമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് രാത്രി ഉറക്കക്കുറവ് നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലേ. നമ്മളുടെ പകലത്തെ വർക്ക് ചെയ്തതിൻ്റെ ക്ഷീണം മുഴുവൻ രാത്രിയാണ് നമ്മൾ ഉറക്കത്തിലൂടെ ക്ഷീണം മാറ്റുന്നത്. അപ്പോൾ ആ ഉറക്കം കുറഞ്ഞാലോ? അപ്പോൾ നമുക്ക് ആ ഉറക്കത്തിനുള്ളൊരു 3 ആസനമാണ് പരിചയപ്പെടുന്നത്. ആദ്യം തന്നെ ഇതേപോലെ വജ്രാസനത്തിലിരിക്കുക. എന്നിട്ട് നമ്മളുടെ റിസ്റ്റ് ഉണ്ടല്ലോ, ഒരു കൈയിൻ്റെ റിസ്റ്റ് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മളുടെ നെറ്റി തറയിൽ മുട്ടിക്കുക. അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് തല മുകളിലേക്ക് പിടിച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് തറയിലേക്ക് നെറ്റി മുട്ടിക്കുക. ആ നെറ്റി മുട്ടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ നോർമൽ ശ്വാസത്തിൽ എത്ര നേരം കിടക്കാൻ പറ്റുമോ അത്ര നേരം നമ്മൾ കിടക്കുക. അതായത് 1 to 3 മിനിറ്റ് വരെ നമുക്ക് കിടക്കാവുന്നതാണ്. കാലുവേദന ഉള്ളവരാണെങ്കിൽ ആ പാദത്തിൻ്റെ ആ കാൽക്കണ്ണയുടെ അവിടെ കട്ടിയുള്ള ഒരു വിരിയോ അല്ലെങ്കിൽ പില്ലോയോ അങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ കിടക്കാവുന്നതാണ്. ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് പറഞ്ഞു തരാം. കൈ തറയിൽ പതിപ്പിച്ച് വെച്ചതിന് ശേഷം നെറ്റി മുട്ടിച്ചാലും മതി. കൈ ബാക്കിൽ ചിലപ്പോൾ ഇങ്ങനെ പിടിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് സെറ്റ് ആവുമ്പോൾ നമുക്ക് ബാക്കിൽ കൈ പിടിച്ച് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആസന ചെയ്തു കഴിഞ്ഞു. ശശാങ്കാസന എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ശശാങ്കാസന നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് ആസനയിലേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാൽമുട്ടിൽ നിൽക്കുക. ഇതുപോലെ കൈ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇതേപോലെ നിൽക്കുക. അതിനുശേഷം കാൽപാദം രണ്ടും തറയിൽ അമർത്തി ഇതേപോലെ പർവ്വതാസനത്തിൽ നിൽക്കാവുന്നതാണ്. അപ്പോൾ നിൽക്കുമ്പോൾ നമ്മളുടെ തല എത്ര നമുക്ക് ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഒരു വി ഷേപ്പ് പോലെ നിൽക്കുക. നമ്മളുടെ സ്പൈനൽ ലെങ്തനിങ് ചെയ്യുക. നന്നായി വലിച്ച് ഇതേപോലെ തന്നെ നിൽക്കുക. കാൽപാദം ഇതേപോലെ എല്ലാവർക്കും ഇങ്ങനെ തറയിൽ അമർത്തി നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഉപ്പൂറ്റി പൊന്തുന്നവരുണ്ടായിരിക്കാം. കുഴപ്പമില്ല, നമ്മൾക്ക് പറ്റാവുന്ന പോലെ ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ശശാങ്കാസനത്തിൽ തന്നെ തിരിച്ചു വരിക. കണ്ടിന്യൂസ് ആയി ചെയ്യാൻ പറ്റുന്നവർ 3 or 4 തവണ നമ്മൾ പർവ്വതാസനത്തിൽ തന്നെ ചെയ്തതിന് ശേഷം ശശാങ്കാസനം ചെയ്താൽ മതിയാവും. ഇത് തുടക്കക്കാർക്ക് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് ഓരോ തവണ ചെയ്യുമ്പോഴും ശശാങ്കാസനത്തിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഉപ്പൂറ്റി അമർത്തി വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ പിടിച്ചു വേണമെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ മുട്ട് സ്വല്പം മടക്കിക്കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. ഇതെങ്ങനെ ചെയ്താലും നമ്മളുടെ സ്പൈനൽ സ്ട്രൈറ്റ് ആയിരിക്കണം. അതാണ് ഈ പർവ്വതാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ശരിക്ക് വി ഷേപ്പ് പോലെ തന്നെ നിൽക്കണം. കാലിൻ്റെ ഉപ്പൂറ്റി കുറച്ച് പൊന്തിയാലും കാല് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റാത്തവർക്ക് ചെറുതായി മുട്ട് മടങ്ങിയാലും സ്പൈനൽ സ്ട്രൈറ്റ് ആയിരിക്കണം. ഈ ഒരു ഫൈനൽ പോസിൽ നമ്മൾ നിൽക്കുമ്പോൾ നോർമൽ ബ്രീത്തിലായിരിക്കണം ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പതിയെ തിരിച്ചു വരിക. അതിനുശേഷം റിലാക്സിങ് പോസായിട്ട് നമുക്ക് ശശാങ്കാസന വീണ്ടും ചെയ്യാവുന്നതാണ്. തുടർച്ചയായി ചെയ്യാൻ പറ്റുന്നവർക്ക് ഒന്നാമത്തെ ശശാങ്കാസനവും രണ്ടാമത്തെ പർവ്വതാസനവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്ര തവണ ചെയ്യാവുന്നതാണ്. അതിനുശേഷം മൂന്നാമത്തെ ലാസ്റ്റ് യോഗയായ ഉത്താനപാദാസന ചെയ്യാം നമുക്കിനി. അതിനായി കൈ ശരീരത്തോട് ചേർത്ത് വെച്ചതിന് ശേഷം കാലുകൾ രണ്ടും ഉയർത്തി 90 ഡിഗ്രിയിൽ ഉയർത്തി സ്ട്രൈറ്റ് ആയി നോക്കുക.
ഇത് നടുവേദനയുള്ളവർ ശ്രദ്ധിച്ച് ചെയ്യണം. നടുവേദനയുള്ളവർക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് കാലുകൾ ഇതേപോലെ 90 ഡിഗ്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോ കാലുകൾ വീതം എത്രയാണോ നമുക്ക് ഉയർത്താൻ പറ്റുന്നത് അതുവരെ ഉയർത്തി ഓരോ കാല് വീതം ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷം മാത്രം അടുത്തതായിട്ട് 2 കാലും ഒരുമിച്ച് പൊക്കാവുന്നതാണ്. അപ്പോൾ ചിലവർക്ക് കുറച്ചേ പൊന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് മാത്രം പൊക്കുക. അത് പ്രാക്ടീസ് ആയതിന് ശേഷം മാത്രം നമ്മൾ കുറച്ചായിട്ട് മുകളിലേക്ക് എത്തിച്ചു കൊണ്ടുവരിക. അപ്പോൾ 40 ഡിഗ്രിയോ 60 ഡിഗ്രിയോ അങ്ങനെ കൊണ്ടുവന്ന് 90 ഡിഗ്രി വരെ എത്തിക്കാവുന്നതാണ്. ഇത് ചെയ്യുന്നത് മൂലം നമ്മളുടെ നെർവ് സിസ്റ്റം റിലാക്സ് ആകാനും അതേപോലെ വളരെ കാം ആകാനും സഹായിക്കുന്നു. അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ശരീരത്തിൻ്റെ സ്റ്റിഫ്നെസ് മാറാനും ഉള്ള ഒരു പ്രാക്ടീസും കൂടിയാണ് ഇത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മളുടെ ചുമരിൽ വോളിലോ അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലെ തെട്ടിലൊക്കെ കാല് ചേർത്ത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ 2 കാലിലും നമ്മൾ ഷോൾ കൊണ്ട് വലിച്ചുകൊണ്ട് കൈ പതിച്ച് കിടക്കുന്ന കയ്യിലെ ഷോളിൻ്റെ 2 അറ്റവും വലിച്ച് പിടിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതേപോലെ ചെയ്യാം. ഏത് രീതിയിലാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ഇല്ലാതെ തന്നെ 90 ഡിഗ്രിയിൽ കാല് ഉയർത്താൻ പറ്റും. അപ്പോൾ നമ്മളുടെ 3 ആസനയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക. അപ്പോൾ കാലുകളും കൈകളും ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ വെച്ചുകൊണ്ട് ശ്വാസം നന്നായി എടുത്ത് വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കാലുകൾ ചേർത്ത് വെച്ച് ഒരു കൈ മുകളിലേക്ക് ഉയർത്തി മറ്റേ കൈ സൈഡിൽ കുത്തിക്കൊണ്ട് എണീറ്റ് നമുക്ക് ശശാങ്കാസനത്തിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെ നിങ്ങൾക്ക് രാവിലെയാണോ അതല്ലെങ്കിൽ വൈകിട്ടാണോ ചെയ്യാൻ ഉത്തമമെങ്കിൽ ചെയ്ത് നിങ്ങളുടെ ശരീരത്തിലെ ക്ഷീണം മാറ്റാനുള്ള ഉറക്കക്കുറവിനെ അകറ്റിക്കൊണ്ട് നമുക്ക് ഈ ആസനങ്ങൾ ദിനചര്യയായിക്കൊണ്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.